നമസ്കാരം. വൈക്കത്ത് നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകവും പെരിയാർ ഗ്രന്ഥശാലയും തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വൈക്കം വലിയ കവലയിൽ പെരിയാർ സ്മാരക ഉദ്ഘാടനത്തിന് ശേഷം ബീച്ച് മൈതാനിയിൽ പൊതുസമ്മേളനം നടക്കും. തമിഴ്നാട്, കേരള സർക്കാരുകൾ ചേർന്ന് വൈക്കം ബീച്ച് മൈതാനത്താണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കായലോര ബീച്ചിൽ 50,000-ഓളം പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തമിഴ്നാടിന്റെ നേതൃത്വത്തിലുള്ള വൈക്കം സത്യാഗ്രഹ ശതാബ്ദി വാർഷിക ആചരണത്തിന്റെ ഔദ്യോഗിക സമാപനം കൂടിയാണിത്. കേരള മന്ത്രിമാരായ വി.എൻ. വാസവനും സജി ചെറിയാനും, തമിഴ്നാട് മന്ത്രിമാരായ ദുരൈ മുരുകൻ, ഇ.വി. വേലു, എം.വി. സ്വാമിനാഥൻ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് വൈക്കം ബീച്ച് മൈതാനത്ത് നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിക്കും. വൈക്കം സത്യാഗ്രഹത്തിൽ നേതൃപരമായി പങ്കുവഹിച്ച ഇ.വി. രാമസ്വാമി നായ്ക്കർക്ക് സ്മാരകം പണിയാൻ തമിഴ്നാട് സർക്കാർ 1985 വാങ്ങിയ 84 സെന്റ് സ്ഥലം സ്മാരകം പണിയാനുള്ള അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി എം.ജി.ആറിന്റെ തീരുമാനപ്രകാരം മന്ത്രി വി.ആർ. നെടുഞ്ചെഴിയൻ തറക്കല്ലിട്ടു. 1994 സ്മാരകം അദ്ദേഹം തന്നെ തുറന്നുകൊടുത്തു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ വർഷം വൈക്കത്ത് എത്തിയ എം.കെ. സ്റ്റാലിൻ സ്മാരകം നവീകരിക്കുന്നതിനായി 8.14 കോടി രൂപ അനുവദിക്കുകയായിരുന്നു. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചാണ് തമിഴ്നാട് സർക്കാർ സ്മാരകം നവീകരിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ തന്തൈ പെരിയാർ എന്ന ഇ.വി. രാമസ്വാമി പങ്കെടുത്തതിന്റെയും അദ്ദേഹത്തിന്റെ ധീരോത്തമായ പ്രവർത്തനങ്ങളുടെയും ഓർമ്മകൾ ഉണർത്തുന്ന സ്മാരകവും ഗ്രന്ഥശാലയും 8.14 കോടി രൂപ ചെലവിട്ടാണ് തമിഴ്നാട് സർക്കാർ നവീകരിച്ചത്. സ്റ്റാലിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പാണ് പെരിയാർ സ്മാരക നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. പെരിയാർ പ്രതിമയ്ക്ക് പുറമെ അദ്ദേഹത്തിന്റെ ജീവിത മുഹൂർത്തങ്ങൾ കോർത്തിണങ്ങിയ മ്യൂസിയം, ലൈബ്രറി, കുട്ടികളുടെ പാർക്ക്, ഓപ്പൺ എയർ തിയേറ്റർ ഉൾപ്പെടെയുള്ള വിപുലമായ സ്മാരകങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 6.09 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള മ്യൂസിയവും 84.20 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ലൈബ്രറിയുമാണുള്ളത്. വൈക്കം പോരാട്ടത്തിന്റെയും പെരിയാർ നടത്തിപ്പ് ഉൾപ്പെടെയുള്ള വിവിധ പോരാട്ടങ്ങളുടെയും അടയാളപ്പെടുത്തുന്ന ബഹുഭാഷാ പുസ്തകങ്ങളുടെ വിപുലമായ ശേഖരവും ലൈബ്രറിയിൽ ഉണ്ടാവും. വൈക്കം നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള കേരള സർക്കാർ വിട്ടു നൽകിയ 80 സെന്റ് സ്ഥലത്താണ് 1985 പെരിയാർ പ്രതിമ തമിഴ്നാട് സ്ഥാപിച്ചത്. സത്യാഗ്രഹ ശതാബ്ദി വേളയിൽ വൈക്കത്തെത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനാണ് പെരിയാർ സ്മാരകം നവീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചതും.